കുഴിയിൽ നിന്ന് നമ്മളെ ഉയർത്തി രാജാക്കന്മാരുടെ കൂടെ വെക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാൻ. புழுதியில் இருந்து நம்மை உயர்த்தி ராஜாக்களோடு அமர பண்ண வைப்பதுதான் அவருடைய திட்டம். നമ്മുടെ സെലക്ഷനൊക്കെ ഈ ലോക്കലി കിടക്കും. நம்முடைய தெரிந்து கொள்ளுதல் எல்லாம் இந்த லோக்கல்ல இருக்கும். പക്ഷെ നമ്മുടെ അപ്പൻ്റെ സെലക്ഷൻ ലോക്കലായിരിക്കത്തില്ല. ஆனால் நம்முடைய தகப்பனுடைய செலக்ஷன் ஒருபோதும் லோக்கலா இராது. ഞാൻ എൻ്റെ കൺമുമ്പിലുള്ളതിനെ തിരഞ്ഞെടുക്കുന്നേ. நான் என்னுடைய கண்களுக்கு முன்பதாக இருப்பதை தெரிந்து கொள்வேன். എന്നാൽ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, ஆனால் என்னுடைய தகப்பன் எனக்காக ஆயத்தம் பண்ணினது ഒരു കണ്ണും കാണാത്തത്, ஒரு கண்ணு கண்டதில்லை, ഒരു കാതും കേട്ടിട്ടില്ല, ஒரு காது கேட்டதில்லை, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല, ഒരു മനുഷ്യനുடைய இதயத்தில் തോന്നിനതുമില്ല. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ലോക്കലിൽ ഉള്ളതിനെ നിങ്ങൾക്ക് വേണോ? உங்களுடைய கண்களினால் பார்க்கிற லோக்கல்ல இருக்குது உங்களுக்கு தேவையா? എന്നാൽ അപ്പൻ ഒരിക്കൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത അത്രയും ശ്രേഷ്ഠമേറിയ ആ നന്മ നിങ്ങൾക്ക് വേണോ? இல்ல, உங்களுடைய பரலோக தகப்பன் உங்களுக்கு ஆயத்தம் பண்ணி இருக்கிற ஒரு கண்ணு கண்டிடாத, ஒரு காது கேட்டிடாத, ஒரு மனுஷனுடைய இதயத்திலும் இதுவரைக்கும் தோன்றிடாததான மேன்மையானது உங்களுக்கு தேவையா? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 2-ാമത് അധികാരം വാസിക്കുമ്പോൾ അവിടെ പറയും ഹെരോദ രാജാവിൻ്റെ കാലത്ത്. അമേൻ. ഏരോദ് രാജാവിൻ നാட்களில். അവിടെ വ്യക്തമായിട്ട് എടുത്തു പറയാ, ഹെരോദ രാജാവിൻ്റെ കാലത്ത്. അമേൻ. അங்கே തെളിവാக எழுதப்பட்டிருக்கிறது ഏരോദ് രാജാവിൻ നാட்களில். യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം, അമേൻ, യൂദയാവിലുള്ള ബെത്ലഹേമിലെ യേശു പിറന്ന പൊഴുത് കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. കിഴക്കിലിരുന്ന ശാസ്ത്രികൾ യെരുസലേമുക്ക് വന്ന്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യൂദർക്ക് രാജാവാക പിറന്നിരിക്കുന്നവർ എங்கே? ഹെരോദ്യ രാജാവിന്റെ കാലഘട്ടത്തിൽ വിദ്വാൻമാർ വന്ന് ചോദിക്കുക, ഏരോദ് രാജാവിനുடைய നാட்களிൽ ശാസ്ത്രികൾ വന്ന് വിധமாக കേட்கிறார்கள், യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യൂദർക്ക് രാജാവാക പിറന്നവർ എங்கே? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു രാജാവിന്റെ കാലഘട്ടത്തിൽ ആ ജനറേഷന്റെ പാരമ്പര്യമായിട്ടാ അടുത്ത രാജാക്കന്മാർ എഴുന്നേൽക്കുന്നത്. അമേൻ. ഒരു രാജാവിനുடைய നാட்களிൽ அந்த പാരമ്പര്യമാകத்தான் അടുത്ത രാജാ എഴുമ്പുവാൻ. ദാവീദിന്റെ വംശപാരമ്പര്യം നോക്കിയ ദാവീദിന്റെ മകൻ അടുത്ത രാജാവ്, ഇങ്ങനെ അടുത്ത ജനറേഷനാണ് രാജാക്കന്മാർ എഴുന്നേൽക്കുന്നത്. അമേൻ. ദാവീദിനുடைய വംശ வரலாறு பார்க்கும்போது தாவீதுக்கு அடுத்து சாலமோன், அப்படி அந்த பாரம்பரியத்துல தான் ராஜாக்கள் எழும்புவார்கள். ആമേൻ. എന്നാൽ ഇവിടെ വിദ്വാൻമാർ അന്വേഷിക്കുക, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ஆனால் இங்கே சாஸ்திரிகள் தேடுகிறார்கள், யூதருக்கு ராஜாவாக பிறந்தவர் எங்கே? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശൗല് രാജാവായി പിറന്നവനല്ല. അമേൻ. സൗൽ രാജാവാக பிறந்தவர் அல்ல. ദാവീദ് രാജകൊട്ടാരത്തിൽ പിറന്നവനല്ല. അമേൻ. ദാവീദ് അരൺമനയിൽ പിറന്നവർ അല്ല. എന്നാൽ എൻ്റെ കർത്താവ് പിറന്നത് തന്നെ രാജാവായിട്ടാ. അമേൻ. ஆனால் என் கர்த்தர் பிறந்ததே அவர் ராஜாவாக. പറഞ്ഞേ, എൻ്റെ യേശുവ പിറന്നതേ രാജാവായിട്ടാ. അമേൻ. சொல்லுங்க, என்னுடைய യേശുവ പിറന്നതേ രാജാവാக. ഹല്ലേലൂയ, അമേൻ. ആമേൻ. ഇവർ വന്ന് ചോദിക്കുക, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അമേൻ. കിഴക്കിലെ അവരുடைய നക്ഷത്രത്തെ കണ്ട് അവരെ പണിந்து കൊള്ള വന്നോം என்றார்கள். ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞ ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. അമേൻ. ഏരോദ് രാജா அதை கேட்ட பொழுது அவனும் அவனோடு கூட எருசலேம் நகரத்தார் அனைவரும் கலங்கினார்கள். കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ, വളർന്നിട്ടില്ല. அமேன். குழந்தை இப்போதான் பிறந்திருக்கிறது, இன்னும் அவர் வளரவில்லை, പ്രാപിച്ചിട്ടില്ല. அவர் ஒரு ராஜாவாக மாற பக்குவம் பெற்றுக்கொள்ளவில்லை. ജനിച്ചു എന്ന് കേട്ടപ്പോഴേ ഭ്രമിക്കുവാൻ തുടങ്ങി. அமேன். பிறந்திருக்கிறார் என்று கேட்ட போதே இவர்கள் பிரமிக்கிறார்கள். ഹല്ലേലൂയ. ഇതുപോലെ നിന്റെ അകത്ത് ക്രിസ്തു ഉരുവാകുമ്പോഴേ ഭ്രമിക്കുന്ന ചില സാത്താന്യ കൊട്ടകളുണ്ട്. ഇതുപോലവേ ഉനക്കുൾ ക്രിസ്തു ഉരുവാകുമ്പോഴേ അമേൻ, ഹല്ലേലൂയ, അമേൻ, ഭയപ്പെടുകിற ചില സാത്താന്യ കൊട്ടകൾ. സാധാരണമായി നടന്നാൽ ആർക്കും പ്രശ്നമില്ല. നീ സാധാരണമായി നടന്ന യാർക്കും പ്രശ്നമില്ല. ബെത്ലഹേമിൽ ഒത്തിരി രാജാക്കന്മാരുണ്ട്, ഹെരോദ രാജാവ് അവിടെ ഒന്നും ഭ്രമിച്ചിട്ടില്ല. അമേൻ, ഹല്ലേലൂയ. அந்த தேசத்தில் अनेகம் ராஜாக்கள் இருக்கிறார்கள், அங்கே இங்கேயும் பார்த்து ஏரோத ராஜா பயப்படவில்லை, கலங்கவில்லை. പക്ഷെ ഒരുവന്റെ ജനനത്തെ കുറിച്ച് കേട്ടപ്പോൾ ഹെരോദ രാജാവും കൂടെയുള്ളവരും
ഭ്രമിക്കുവാൻ തുടങ്ങി. ஆனால் ஒருவருடைய பிறப்பை குறித்து கேட்ட போதே ஆமென் ஏரோது ராஜாவும் கூட இருக்கிறவர்களும் கலங்க ஆரம்பிக்கிறார். ഹല്ലേലൂയ. കാരണം അതൊരു സാധാരണ ജനനമല്ല. ஏனென்றால் அது ஒரு சாதாரணமான பிறப்பல்ல. അത് മരിക്കാൻ വേണ്ടി ജനിച്ചാലും മരണം കൊണ്ട് തീർക്കാൻ വേണ്ടി ജനിച്ചതല്ല, മരണത്തിനപ്പുറം വാഴുവാൻ വേണ്ടി ജനിച്ച ജനനമാണ്. ஆமென். அது மரிக்கும்படியாக பிறந்த ஒரு பிறப்பாக இருந்தாலும் மரணத்தோடு முடிந்து போகிறதான ஒரு பிறப்பல்ல, மரணத்துக்கு அப்பாற்பட்டு ஆளுகை செய்யும்படியாக பிறந்த ஒரு பிறப்பு. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അവരെല്ലാരെ കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാ ജനിക്കുന്നതെന്ന് അന്വേഷിച്ചു. அப்போ அந்த ஏரோது ராஜா எல்லாரையும் கூட்டி ஆமென் வர பண்ணி ஆமென் கிறிஸ்து எந்த இடத்தில் பிறக்க இருக்கிறார் என்பதை ஆராய்ந்து பார்த்தார். അവർ ബെത്ലഹേമിലാന്ന് പറഞ്ഞിട്ട് പഴയൊരു പ്രവാചകന്റെ പ്രവചനമാ അവർ എടുത്തു പറയുന്നത്. அவர்கள் பெத்லகேம் தேசம் என்று சொல்லி பழைய ஒரு தீர்க்கதரிசியினுடைய வார்த்தைகளை தான் எடுத்து சொல்கிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പഴയ ഒരു പ്രവാചകന്റെ പ്രവചനത്തെ അവർ എടുത്തു പറയുന്നത്. ஆமென். பழைய ஒரு தீர்க்கதரிசியினுடைய தீர்க்கதரிசன வார்த்தையை தான் அவர்கள் எடுத்து அந்த நேரத்தில் அறிக்கை பண்ணுவது. അത് മീഖ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തെ 2-ാമത്തെ വാക്യം അവർ എടുത്തു പറയുന്നത്. அது மீகா புத்தகம் அதனுடைய 5வது அதிகாரத்தினுடைய 2வது வசனம். മീഖ പ്രവചന പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. ஆமென். மீகா 5:2 അവിടെ പറഞ്ഞു, നീയോ ബെത്ലഹേം എഫ്രാത്തേ, അമ്മേൻ എപ്രാഥാ എന്നപ്പെട്ട ബെത്ലഹേമേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും നീ യൂദയാവിലുള്ള ആയിരങ്ങൾക്കുള്ളേ സിറിയതായിരുന്നും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇസ്രവേലെ ആളപ്പോகிறவர் ഉന്നിടത്തിൽ ഇருந்து പുറപ്പെട്ട് എന്നിടത്തിൽ വരുവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പഴയ പ്രവാചകന്മാരെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. യേശുവിനുடைய பிறப்பை குறித்து പഴയ ഉടമ്പടിക്കയിൽ இருக்கிற ദീർഘദർശികൾ എല്ലാവരും എഴുതി வைத்திருக்கிறார்கள். ആമേൻ. ഇത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യത്തിനകത്ത് ഇത് എടുത്തു പറയുക. മത്തായി എഴുതിയ സുവിശേഷം 2வது அதிகாரம் அதனுடைய 6வது வசனத்தில் இந்த வசனத்தை எடுத்து சொல்லப்படுகிறது. എന്നാൽ മീഖ പുസ്തകത്തിനകത്ത് അവിടെ യേശുവിന്റെ ജനനമെന്ന് യേശുവിന്റെ ഒരു വാക്ക് പോലും പറയുന്നില്ല. അമ്മേൻ. அந்த மீகா புத்தகத்திலே இயேசு கிறிஸ்துவினுடைய பிறப்பு என்று சொல்லி இயேசு கிறிஸ்து എന്നതാണ് ഒരു பெயர் பயன்படுத்தவே இல்லை. അവിടെ പറഞ്ഞ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അമ്മേൻ. அந்த இடத்தில் சொல்லப்படுகிற காரியம் இதுதான், இஸ்ரவேலை ஆள வேண்டியவர் അമ്മേൻ ഉന്നിടത്തിൽ இருந்து പുറപ്പെടുவர். ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ ഉത്ഭവിച്ചു വരുമെന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം ഇത് അവരുടെ മിശിഹായെ കുറിച്ച് തന്നെയാ പറയുന്നത്. ആമേൻ. ஆனால் இஸ்ரவேலை ஆள வேண்டியவர் என்று சொல்லும் பொழுதே எல்லா இஸ்ரவேல் ஜனங்களுக்கும் தெரியும் இது எங்களுடைய மேசியாவை குறித்து சொல்லப்படுகிறது விஷயம். അവർ കാത്തിരിക്കുന്നത് അവരുടെ വീണ്ടെടുപ്പുകാരനായ മിശിഹായ്ക്ക് വേണ്ടിയിട്ടാ. ആമേൻ. அவர்கள் காத்திருக்கிறது இவர்களுடைய மீட்பராயிருக்கிற மேசியாவை தான். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആ പ്രവാചകന്മാർക്ക് ഇല്ലാത്ത ഒരു ഭാഗ്യം ജാതികളായ നമുക്ക് ലഭിച്ചു. ஆனால் இந்த தீர்க்கதரிசிகளுக்கு இல்லாததான ஒரு பாக்கியத்தை அமேன் புறஜாதிகளாயிருந்த நமக்கு അവർ അതിനെ പ്രവചിച്ചു. அவர்கள் அதை தீர்க்கதரிசனம் എന്നാൽ നമ്മൾ അതിനെ അനുഭവിക്കുക. ஆனால் நாம் அதை അനുഭവിக்கிறோം. ആ പ്രവചനം എൻ്റെ മേൽ നിവർത്തിയായെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരമുയർത്തി പ്രൈസ് ചെയ്യട്ടെ. இந்த தீர்க்கதரிசனம் என் மீது நிறைவேறிற்று என்று விசுவசிக்கிறவர்கள் மட்டும் உங்களுடைய കരങ്ങളെ ഉയർത്തി കർത്തருக்கு സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അമേൻ. അവരുடைய புறப்படுதல் அநாதி நாட்களாகிய பூர்வத்தினுடையது. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് പണ്ടേ ഉള്ളതാ, அது அநாதி காலத்திலே உள்ளது. ഓ അത് പുരാതനമായത് തന്നെ, அது பூர்வத்தினுடையதுமாக இருக்கிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ എത്ര പേർ ആ വാക്ക് ഒന്നും കൂടെ ഡിക്ലെയർ ചെയ്യും. ആ പ്രവചനം സാധാരണമായതല്ല, അത് പണ്ടേ ഉള്ളതും. അമേൻ. சொல்லுங்க. அது பூர்வத்தினுடையது, അത് പുരാതനമായതും തന്നെ, அது അനാദിയുമാനது. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ടേ ഉള്ളതിന്റെ പദം ആമേൻ കേദേം എന്ന ഹെബ്രായ പദമാണ് കൊടുത്തിരിക്കുന്നത്. പൂർവത്തിനുടേത് என்பதற்கு കേദേം എന്നതാണ് ഒരു വാർത്ത சொல்லப்பட்டிருக்கிறது. ആമേൻ. പുരാതനമായത് എന്ന് വെച്ചാൽ എറ്റേണിറ്റി, നിലനിൽക്കുന്ന എന്ന പദത്തിന് ഹെബ്രായ പദം ഒലാം എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അനാദി என்பதற்கு ഒലാം എന്നതാണ് എബ്രായ വാർത്ത சொல்லப்பட்டது. ഒലാം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിലനിൽക്കുന്നത്. ആമേൻ. ഒലാം എന്ന് சொன்னால் അനാദിயாக முடிவில்லாமல் நிலை நின்று கொண்டிருக்கிறது. ഒലാം എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവം. എല്ലാം എന്ന് சொன்னால் നിത്യமான ദൈവം, അവസാനമില്ലാത്ത ദൈവം. അമേൻ. முடிவிராத கர்த்தர். ഒലാം എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തത്. ഒലാം എന്ന് சொன்னால் അനാദിയായി இருக்கிறது. ഹല്ലേലൂയ. എവർലാസ്റ്റിംഗ്.
അമേൻ മുടിവിരാതതാണത്, ഒരിക്കലും നശിക്കാത്തത്, ഒരു നാളും അഴിവില്ലാത്തത്. അപ്പൊ ഇസ്രായേലിന്റെ അധിപതിയായി ജനിക്കുന്നവൻ, അമേൻ. அப்ப இஸ்ரவேலுடைய அதிபதியாக ஆளுகை செய்ய புறப்படுகிறவர், ആ രാജാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, அந்த ராஜாவினுடைய ஒரு ஸ்பெஷாலிட்டி என்று சொல்வது, ഒന്ന് ആ രാജാവ് ഖേദമാണ്. അമേൻ. ഒன்று அந்த ராஜா அவர் പൂർവത്തിനുടയവരായി അവൻ இருக்கிறார். പണ്ടേ ഉള്ള രാജാവാണ്. அவர் പൂർവത്തിலேயே ராஜா. ഇപ്പോൾ ജനിച്ചതല്ല, ഇപ്പോൾ പൊട്ടിമുളച്ചതല്ല. അമേൻ. இப்பொழுது உருவானவர் அல்ல, ലോക സൃഷ്ടിക്ക് മുന്നമേ ഉള്ളതാണ്. உலக தோற்றத்துக்கு മുൻപേ அவர் അവൻ இருக்கிறார். ആ രാജാവിന്റെ മറ്റേ പ്രത്യേകത, அந்த രാജാവിനുடைய വേറൊരു ആ രാജാവ് സ്പെഷ്യാലിറ്റി, ഒല്ലാം ആണ്. அந்த ராஜா അനാദിയാനവർ, அவர் അനാദിயான കർത്താവ്, നിലനിൽക്കുന്ന ദൈവം, அவர் நிலை நிற்கிற கர்த்தர். അവൻ നിലനിൽക്കുന്ന രാജാവാണ്. അമേൻ. அவர் நிலை நிற்கிற ராஜா. മറ്റുള്ള രാജാക്കന്മാരെല്ലാം ജനിച്ചു, വാഴ്ച നടത്തി, മരിച്ചു. അമേൻ. மீதியான எல்லா ராஜாக்களும் பிறந்தார்கள், ஆளுகை செய்தார்கள், மரித்து விட்டார்கள். എന്നാൽ മീഖ 5-ാം അധ്യായം 2-ാം അധ്യായത്തിൽ പറയുന്ന രാജാവ്, ആമേൻ, ലോക സൃഷ്ടിക്ക് മുന്നമേ ഉള്ളവനും അവസാനമില്ലാത്ത രാജാവ് മാത്രമേ. ஆனால் மீகா 5வது அதிகாரம் 2ஆம் வசனத்தில் சொல்கிறதான இந்த ராஜா அவர் உலக தோற்றத்துக்கு முன்பதாக இருக்கிறவரும் அவருடைய ராஜ்யம் முடிவிராததுமாய் இருக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ, ഞാനൊരു രാജാതി രാജാവിന്റെ കീഴിലാണ്. சொல்லுங்க, நான் ஒரு ராஜாதி ராஜாவுக்கு கீழாக ഞാനൊരു இருக்கிறேன். രാജാതി രാജാവിന്റെ കീഴിലാണ്. சொல்லுங்க, நான் ஒரு ராஜாதி ராஜாவுக்கு கீழாக ഞാനൊരു இருக்கிறேன். രാജ്യത്തിലാണ്. சொல்லுங்க, நான் ഒരു രാജ്യത്തിൽ എന്റെ இருக்கிறேன். രാജ്യത്തിന്റെ പ്രത്യേകത, என்னுடைய ராஜ்யத்தினுடைய ஒரு എന്റെ விசேஷம், രാജാവിന്റെ പ്രത്യേകത, என்னுடைய ராஜாவினுடைய ஸ்பெஷாலிட்டி, ലോക ആരംഭത്തിന് മുന്നമേ ഉള്ള രാജാവും ஓ உலக தோற்றத்துக்கு முன்பதாகவே இருக்கிற ராஜா, അവസാനമില്ലാത്ത രാജാവും ஓ അത്രേ. முடிவில்லாத അനാദിயான ഒരു രാജா. എന്റെ രാജ്യത്തിന്റെ പ്രത്യേകത, என்னுடைய ராஜ்யத்தின் ஒரு விசேஷ குணம், അവസാനമില്ലാത്ത രാജ്യം അത്രേ. അമ്മേൻ. சொல்லுங்க, ഇത് முடிவில்லாத രാജ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ ഇതിനോടൊന്ന് പ്രതികരിക്കാൻ, സെലിബ്രേറ്റ് ചെയ്യുവാൻ എത്ര പേർക്ക് സാധിക്കുന്നു? ഇത് കേൾക്കുമ്പോൾ അമ്മേ ഇതൊന്ന് സെലിബ്രേറ്റ് பண்ண എത്ര പേർക്ക് முடியும்? അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നിന്റെ രാജ്യത്തിന് അവസാനമില്ല. பக்கத்துங்களை பார்த்து கை கொடுத்து சொல்லுங்க, உன்னுடைய ராஜ்யத்துக்கு முடிவிராது. നിന്റെ രാജാതി രാജാവിന്റെ വാഴ്ചയ്ക്ക് അവസാനമില്ല. உன்னுடைய ராஜாவினுடைய ஆளுகைக்கு അമേൻ അത് முடிவில்லை. അങ്ങനെയാണെങ്കിൽ അവന്റെ രാജ്യത്തിലുള്ള നിങ്ങൾക്ക് ഒരിക്കലും ഒരു എൻഡില്ല, ഒരു അവസാനമില്ല. அப்படி என்று சொன்னால் அந்த ராஜ்யத்தில் இருக்கிற உனக்கும் முடிவே இல்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിത്യത 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 നിത്യതയോളം ഉള്ളവരാ ഈ ഹോളിനകത്ത് ഇരിക്കുന്നത്. ஓ நித்திய காலம் நித்திய காலமாக இருக்கிறவர்கள் தான் இந்த ஹாலுக்குள் ഈ இருக்கிறவர்கள். ലോകത്തിലെ അല്പം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ നിത്യത നിത്യത നിത്യതയോളം ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് സെലിബ്രേറ്റ് ஓ ചെയ്താട്ടെ. இந்த உலகத்தில் இருக்கிற கொஞ்சத்துல திருப்திப்படாமல் நித்திய 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 காலமாக நான் நிலை நிற்கிறபடியாக என்னை தெரிந்து கொண்டார் என்று அறிகிறவர்கள் மட்டும் கர்த்தருடைய நாமத்தை துதிங்க. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഈ വേർഡ് കഴിഞ്ഞ ദിവസം ഒന്നും കൂടെ സംസാരിച്ചു. அதனால் கடந்த நாட்கள் இந்த வார்த்தையை ஒரு விசை கூட கர்த்தர் നിങ്ങളുടെ பேசினார். കരത്താൽ ഭൂതങ്ങൾ ആമേൻ പുറത്തു പോകുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുത ചേർക്കപ്പെട്ടതിൽ നിങ്ങൾ സന്തോഷിപ്പീൻ. உங்களுடைய கரத்தினால் அசுத்த ஆவிகள் வெளியேறுவதிலே அல்ல நீங்கள் மனமகிழ்ச்சியாக இருக்க வேண்டியது, உங்களுடைய பெயர்கள் பரலோகத்தில் ஜீவ புத்தகத்தில் எழுதப்பட்டிருக்கிறதுனாலேயே நீங்கள் சந்தோஷித்துக் கொள்ளுங்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം അവിടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭൂതം പുറത്തു പോകുന്നതും രോഗികൾ സൗഖ്യമാകുന്നതും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതുമെല്ലാം സർവ്വസാധാരണമായി തന്നെ നടക്കും. ஏனென்றால் அங்கே பரலோகத்தில் உங்களுடைய பெயர் எழுதப்பட்டிருக்கிறது என்று சொன்னால் இங்கே அசுத்தாவி வெளியேறுவது, நோயாளிகள் சுகமாவது, மருத்துவர்கள் உயிரோடு எழும்புவது, இதெல்லாம் உங்களுடைய வாழ்க்கையில சர்வ சாதாரணமாகவே நடக்கும். അതുകൊണ്ട് ഭൂതം പുറത്തു പോകുന്നതിൽ നിങ്ങൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. அதனால அசுத்தாவி வெளியேறுவதில் அதிகமா கவனத்தை செலுத்த வேண்டாம். രോഗികൾ സൗഖ്യമാകുന്നതിൽ വലിയ വിഷയമായി നിങ്ങൾ കാണുന്നത്, ஆமே, நோயாளிகள் சுகமாவது பெரிய விஷயமாக நீங்க எண்ண வேண்டாம். അതിലല്ല സന്തോഷിക്കേണ്ടത്, அதிலெல்லாம் மனமகிழ்ச்சியா இருக்க வேண்டியது. അവിടെ പേരെഴുതി ஓ ചേർക്കപ്പെട്ടതിൽ, பரலோகத்தில் ஜீவ புத்தகத்தில் பெயர் നിങ്ങളുടെ எழுதப்பட்டது, പേരെഴുത ചേർക്കപ്പെട്ടതിൽ. பரலோகத்தில் உங்களுடைய பெயர் எழுதப்பட்டிருப்பதினால். കാരണം ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള പേരുകൾക്കെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ஏனென்றால் இங்க எழுதப்பட்ட எல்லா பெயருக்குமே ஒரு 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 எக்ஸ்பைரி டேட் இருக்குது. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിടുതൽ പ്രാപിച്ച ഒരു അത്ഭുത സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഇന്ന് തോമസ് ബ്രദർ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശു എന്താണ് അത്ഭുതം ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. എൻ്റെ പേര് തോമസ് എന്നാണ്. പക്ഷെ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ് കുട്ടിയാർ ഡിവിഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ തൊഴിലും എൻ്റെ കുടുംബവും നശിഞ്ഞു പോയി.
ഏക നഷ്ടത്തിലായി. അപ്പോൾ അന്നേരം എനിക്ക് ഇടയിൽ ഒരു ബ്രദറിനെ പോയി കണ്ടായിരുന്നു. അപ്പോൾ അവൻ എനിക്ക് കൂട്ടുകാരനാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുടുംബകാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞ് ഇതുപോലെ ഞാനും ഇന്ന സ്ഥലത്ത് പോയി ടോണി പാസ്റ്ററെ കണ്ടു. അപ്പോൾ അവരുടെ മീറ്റിങ്ങിലാണ് ഞങ്ങൾ കൂടുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞ് നമ്പർ തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്പർ വേണ്ട, നിൻ്റെ ഫോണിൽ തന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞ്. അപ്പോൾ വിളിച്ചപ്പോൾ പാസ്റ്ററിനെ കിട്ടി. പാസ്റ്ററുടെ അടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ പാസ്റ്റർ ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുടുംബ സിറ്റുവേഷനും കടനും തൊഴിലൊക്കെ ഇളന്നുപോയി. കയ്യിൽ ഉണ്ടായിരുന്ന പൈസ കംപ്ലീറ്റ് കാടി ഒന്നും ഇല്ലാതെ ഇങ്ങനെ റോട്ടിൽ നിൽക്കുന്ന കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് പാസ്റ്ററെ കിട്ടിയത് എനിക്ക്. ഒത്തിരി തകർന്ന ഇവരെ നമ്മളെ വിളിക്കുന്നത്. ജോലി മുഴുവൻ അല്ലെ, ബിസിനസ് മുഴുവൻ തകർന്നു, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായി, കുടുംബജീവിതത്തിൽ വലിയ തകർച്ചയായി. ആ സമയം മരിക്കണമെന്ന് പറഞ്ഞുള്ള മരിക്കണമെന്ന് രാത്രി കിടക്കാൻ പറ്റില്ല. രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ എഴുന്നേറ്റ് വല്ലാത്ത രീതിയിൽ എനിക്ക് ഒരു ഇത് വരും, ഫീലിംഗ് വരും. രാത്രി 2 മണിയൊക്കെ കഴിയാൻ പിന്നെ ഉറക്കം വരത്തില്ല. പിന്നെ ഭയങ്കര അസ്വസ്ഥതയും പ്രശ്നമായിരിക്കും, കുടുംബ പ്രശ്നങ്ങൾ. പല മരിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. എല്ലാവരും ഒറ്റടിക്ക് സൂസൈഡ് ചെയ്യാനുള്ള രീതിയിലാണ് കടം കൂടുതൽ. കുടുംബമായിട്ട് എല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാനിലേക്ക് വന്ന് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. വീട്ടിൽ ചെന്നാൽ പിന്നെ കയറി കഴിഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങൾ വരും, വൈഫിനും എനിക്കും പ്രശ്നങ്ങൾ വരും, പിള്ളേരായിട്ട് പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങളായി. പിന്നെ അനിയൻ മരിച്ചുപോയി. അതോടെ നിങ്ങൾ കുടുംബം ഭയങ്കര തകർച്ചയിലായി. എനിക്ക് രണ്ടാമത് ഒരു ആക്സിഡൻ്റായി ബൈക്ക്. അപ്പോൾ ആക്സിഡൻ്റായി പിറ്റേ ദിവസമാണ് അനിയൻ മരിച്ചത്. രാത്രി 2:30 മണിക്ക്. തലേ ദിവസം ആക്സിഡൻ്റായി, പിറ്റേ ദിവസം ബ്രദറിൻ്റെ മരണം. ഇങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങളായി എനിക്ക്. അപ്പോൾ എല്ലാം തകർന്ന് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഒരു ബ്രദർ നമ്പർ തന്ന് അന്ന് എന്നോട് ഫോണിലൂടെ സംസാരിക്കുന്നത് അല്ലേ? അതെ. അടുത്ത ദിവസം തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം ഒരു വിശ്വാസമില്ല, ഒരു വിടുതലാകുമെന്നുള്ള ഒരു ബോധ്യം, ആ ഒരു വിശ്വാസമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇവരുടെ കുടുംബം ഇരുന്നത്. പക്ഷേ യേശു അത്ഭുതം ചെയ്തു. കർത്താവ് അന്നത്തെ പ്രാർത്ഥനയിൽ യേശു ഇവരെ തൊട്ടു. വലിയൊരു ഡെലിവറൻസ് ഇവരുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചു. അടുത്ത ദിവസങ്ങളിൽ ഇവരുടെ സഭയിൽ വന്നു. പാസ്റ്റർ എൻ്റെ ഇത് ഫോണിൽ കൂടി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞ് ഞായറാഴ്ച ഹിൽഹാളിലേക്ക് നിങ്ങൾക്ക് വൈഫും നിങ്ങളും കൂടി വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും അവിടെ ചെന്നു അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞാൻ സിഗരറ്റ് കുടിക്കുന്ന ആളാണ്. 15 വയസ്സ് തൊട്ട് ഞാൻ സിഗരറ്റ് കുടിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് 57 വയസ്സായി. ഇപ്പോഴാണ് ഞാൻ സിഗരറ്റ് കൂടി പാസ്റ്റർ എൻ്റെ തലയിൽ തൊട്ട് ജപിച്ച് അപ്പോൾ സിഗരറ്റ് വിടണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഒരുപാട് വേദനിപ്പിച്ച് ആണ് ആ സിഗരറ്റ് വിട്ടപ്പോഴത്തേക്ക് എനിക്ക് ആശ്വാസം കിട്ടി. പിന്നെ എൻ്റെ കുടുംബത്തിനും രക്ഷ കിട്ടി, എൻ്റെ വൈഫിനും കിട്ടി. അപ്പോൾ ഇപ്പം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ട്. 15 വയസ്സ് തൊട്ടുള്ള സിഗരറ്റ് വലിയ അല്ലേ, നിർത്താൻ പറ്റത്തില്ലായിരുന്നു. പലപ്പോഴും പ്ലാൻ ചെയ്തൊന്നും നിർത്താൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ആ സമയം യേശു തൊട്ട് ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി. വർക്കിൽ അല്ലെ പുതിയ വർക്കുകൾ വരാൻ തുടങ്ങി. ശേഷം ഇപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. 4 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ മൊബൈലിലേക്ക് ഞാൻ ബൈബിളുടെ ദിവസം വാക്കുതത്വം വച്ചിട്ടുണ്ട്. അത് എടുത്ത് വായിച്ച് ദിവസം പ്രാർത്ഥിക്കും. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അടുത്തവർക്ക് വേണ്ടി, കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നേരത്തെ പ്രാർത്ഥനയില്ലായിരുന്നു. നേരത്തെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായിരുന്നു. ഇപ്പം 4 മണിക്ക് എഴുന്നേൽക്കും, എല്ലാ ദിവസവും എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും, ദേശത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുവാൻ യേശു കൃപ ചെയ്തു അല്ലേ? ഇപ്പോൾ വളരെ കുടുംബത്തിൽ വലിയ സമാധാനമുണ്ട്. ബൈബിൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ 57 വയസ്സായി ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പോഴാണ് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ. 57 വയസ്സ് വരെ ബൈബിൾ വായിച്ചിട്ടേ ഇല്ല. എന്നാൽ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. ഓക്കെ, ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിച്ചത്. ക്രിസ്ത്യാനി RC സഭയിലാണ് എൻ്റെ കുടുംബം മുഴുവനും. 57 വയസ്സ് വരെ ബൈബിൾ തൊട്ട് വായിച്ചിട്ടില്ല. പക്ഷെ സഭയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും പാസ്റ്ററും സിസ്റ്ററും കൂടി പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ പോകണം, ഇങ്ങനെ ബൈബിൾ വായിക്കണം,
ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ പ്രകാരം ദൈവം ഞങ്ങളെ തൊട്ടു. പാസ്റ്ററിൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയത്. യേശുവിൻ്റെ കൃപ കൊണ്ടാണ് അത്ഭുതം നടന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്? എല്ലാ ദിവസവും ബൈബിൾ വായിക്കും അല്ലേ? കുടുംബത്തിൽ ഇപ്പോൾ അന്തരീക്ഷം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രീതിയിൽ നല്ല സമാധാനമുണ്ട്. ഹല്ലേലൂയ. നോക്കിയേ, യേശു ഒരു ഭവനത്തിലേക്ക് വന്നാൽ അതിന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വചനം പറയുന്നത്. ഇവർ വിശ്വസിച്ചു, ഒരു കുടുംബം രക്ഷ പ്രാപിച്ചു. 57 വയസ്സ് വരെ വചനമില്ല, പ്രാർത്ഥനയില്ലാത്ത ആൾ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും വചനം എല്ലാ ദിവസവും വായിക്കാനും തുടങ്ങി. 15 വയസ്സ് തൊട്ട് തുടങ്ങിയ സിഗരറ്റ് വലിയെ പൂർണ്ണമായിട്ട് മാറ്റാൻ യേശു ഇവർക്ക് കൃപ ചെയ്തു. കർത്താവ് ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ഇതൊരു മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല ദൈവമക്കളെ, യേശു ഇന്നും ജീവിക്കുന്നു. യേശു സർവശക്തനാണ്. യേശു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഈ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഈ അത്ഭുതം വെച്ച് പ്രേക്ഷകരോട് എന്താ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഇതുപോലെ ക്രിസ്തു മിനിസ്ട്രിക്ക് എല്ലാവരും വരിക. ദൈവം എനിക്ക് ചെയ്തതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ തയ്യാറാണ്. എല്ലാവരും വന്ന് നോയാളികൾക്ക് സുഖം വരാനും കടനുള്ളവർ കടൻ മാറ്റാനും ദൈവം അനുഗ്രഹിക്കും. എല്ലാവരും ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ സുഖം കിട്ടും. പെന്തക്കോസ്ത് പറയുന്നത് എല്ലാവരും ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രിയിൽ വന്നാൽ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്നാണ്. നിങ്ങൾ ആരൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അത്ഭുതങ്ങൾ നടക്കും. തോമസ് മോൻ്റെ ലൈഫിൽ അത്ഭുതം നടന്നത് മാത്രമല്ല, തോമസ് മോറിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഒത്തിരി പേര് സഭയിൽ വരികയും അവരെല്ലാം വിടുതലാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ സംഭവിച്ച ലൈഫിൽ? ഞാൻ ഒരു ദിവസം അവിടുത്തെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാനായിട്ട് പോയി. അപ്പോൾ പോയപ്പോൾ ഒരു കൊച്ചിൻ്റെ അമ്മ അവിടെ വന്ന് അവർ ആ ചായക്കടയിലുള്ള പെണ്ണായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ അസുഖത്തെക്കുറിച്ച് അവിടെ പറഞ്ഞായിരുന്നു. ഇതുപോലെ ഞങ്ങൾ പുറത്ത് പോയി താഴെ ആസ്പത്രിയിലൊക്കെ പോയി. അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് മോൾക്ക് എല്ലിങ്ങനെ വളഞ്ഞിരിക്കുക, നടക്കാൻ പറ്റുകയില്ല, എഴുതാൻ പറ്റുകയില്ല, സ്കൂളിൽ പോകാൻ പറ്റുകയില്ല, കിടക്കാനും പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് 5 ലക്ഷം രൂപ ഓപ്പറേഷന് വേണം, അത് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ പോവുക, ഫൈനലായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ പോവുക. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിട്ടുവാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ് ഇതുപോലെ ഒരു സംഭവം ഉണ്ട്, ആരാധിക്കുന്നുണ്ട്, അത് ആരാധനയ്ക്ക് നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് വിരുപ്പമുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തന്നാൽ നിങ്ങളുടെ കൊച്ചിന് സുഖം കിട്ടുമെന്ന് പറഞ്ഞ് ആ കൊച്ചി പിറ്റേ ഞായറാഴ്ച ചർച്ചിലേക്ക് വന്നു, ഹിൽഗാളിലേക്ക് വന്ന് അച്ഛനെ കണ്ട്, ഫാദറെ കണ്ട്, ഫാദർ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എള്ള് അസുഖമുള്ളവർ കൈപൊക്കാൻ പറഞ്ഞ്. അപ്പോൾ കൈപൊക്കിയപ്പോൾ മോളുടെ അസുഖം മാറിയതായിട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്കറിയത്തില്ല, അന്ന് ഞാൻ ഒരു മരണത്തിൽ പോയി. അപ്പം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് അപ്പോൾ കൊച്ചിയുടെ അമ്മ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇതുപോലെ നിങ്ങൾക്ക് നന്ദിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നന്ദി പറയില്ല, ദൈവത്തിനോട് നന്ദി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ എൻ്റെ കൊച്ചിന് മുഴു സുഖം കിട്ടി എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ വളഞ്ഞ അസ്ഥി നിവർന്നു വന്നു. അപ്പോൾ എൻ്റെ കൊച്ചിനിപ്പോൾ നേരെ ആയിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അന്ന് തന്നെ വൈകിട്ട് ഒരു 6:30 മണിയായപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എൻ്റെ കൊച്ചിയുടെ അസുഖം മാറിയെന്ന് പറഞ്ഞു, എല്ലാം നേരെയായി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവത്തിന് നന്ദി പറയും, നിങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് വാർന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതുപോലെ ഒത്തിരി പേർക്ക് ഇനി സുഖം കിട്ടും. ഇനിയും പല ആൾക്കാരോട് നാം പറഞ്ഞിട്ടുണ്ട്, അവർക്കും ദൈവം അനുഗ്രഹം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു സന്തോഷം. അതൊക്കെ ഒരാളോട് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ, അവർ അതനുസരിച്ച് വരുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കുക. ഈ തോമസ് മോർ ഇപ്പോൾ പറഞ്ഞ ആ ടെസ്റ്റ് മണി അത് നമ്മുടെ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾക്കതും വേണമെങ്കിൽ നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. യേശു അത്ഭുത മന്ത്രിയാണേ, യേശു സർവശക്തനാം ദൈവമാണ്. യേശു ആരെയും ഉപേക്ഷിക്കത്തില്ല, ആരെയും കൈവിടത്തില്ല. നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുക മാത്രമല്ല, നിങ്ങളിലൂടെ ഒത്തിരി പേരെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനും യേശു ക്രിസ്തുവിന് സാധിക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി മാറാൻ പോകുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.
நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூனார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளிலும் காலை 7:30 மணி அளவிலும், எல்லா வெள்ளிக்கிழமைகளிலும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.